ശ്വേതയെ എടുത്തു പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത്. അത് കഴിഞ്ഞൊരു 7-8 വർഷം കഴിഞ്ഞാണ് അവൾ പ്ലേ ബാക്ക് സിംഗറായിട്ട് പോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് സിംഗറായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അവൾ ഒറ്റ പോക്കായിരുന്നു, ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ, കൃഷ്ണൻ വേറൊരു ബിസി, പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട്. അങ്ങനെ കാരണം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു, മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം എല്ലാ വീക്കും ഒരു 2-3 ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞു, തമിഴിലൊരു ചൊല്ലുണ്ട്, കാറ്റുള്ളമ്പോഴല്ലേ തൂറ്റാൻ പറ്റുള്ളൂ എന്ന്. തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ, മഴയ്ക്ക് പറയണതാണ് എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല, അതിൽ ബിസി ആയിക്കോളൂ, കുഴപ്പമില്ല. കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല. എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ്.